ഈ തെരഞ്ഞെടുപ്പിൽ ഷിർക്ക് എന്ന് പറഞ്ഞത് ഷിർക്കല്ലാതാക്കിയോന്നാ പ്രശ്നം. പിന്നെ നയപരമായ പ്രശ്നം അതാണ്. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിരുന്നു, നിങ്ങൾ വോട്ട് ചെയ്യലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കലും ഷിർക്കാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല അഹമഹിമയാ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് ചോദ്യം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഷിർക്ക് ഹലാലാക്കിയോ ഹറാം ഹലാലാക്കിയോ? ജമാഅത്തെ ഇസ്ലാമി ഷിർക്കാണെന്ന് പറഞ്ഞു. ഇന്നും ഷിർക്കാണ്, ഇന്നലെയും ഷിർക്കാണ്, നാളെയും ഷിർക്കാണ്. എന്താ ഷിർക്കാന്ന് പറഞ്ഞത്? ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ, കേട്ടോളൂ, ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ ദൈവേതര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി 27 വർഷം എന്നതാണ് ഉദ്ധരിച്ചത്. നമ്മളെ സാക്ഷാൽ മുജാഹിദുകളുടെ പത്രമാണ്. എന്താ സംഭവം? അനിസ്ലാമിക വ്യവസ്ഥ, അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ, അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ, അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ, എന്ത് പറഞ്ഞാലും വേണ്ട, അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും ഷിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്. ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, ഖിയാമത്ത് നാൾ വരെയാണ്, മാറൂല. ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞോളൂ. അനിസ്ലാമിക വ്യവസ്ഥ, അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ, അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും തൗഹീദിനെതിരാണ്, അനനുവദനീയമാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. അപ്പൊ ചോദിക്കുന്നു, എല്ലായിടത്തും പറഞ്ഞോ? നിങ്ങൾ എല്ലായിടത്തും ടീക്കബ്ദുള്ള സാഹിബ് ചോദിച്ചെന്നെ ഒയ്യാക്ക നസ്തൈൻ എന്നോടത്ത് അഭൗതികമായ മാർഗത്തിലൂടെ ഗുണമോ ദോഷമോ ലഭിക്കുമെന്നോ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടോ നിന്നോട് മാത്രം സഹായം തരുന്നു ഒയ്യാക്ക നസ്തൈനും അർത്ഥം പറയുന്നു. നിന്നോട് മാത്രം സഹായം തരുന്നു അല്ലേ പറയുള്ളൂ. പിന്നെ കുസൃതി ചോദ്യം ഉണ്ടാവുമ്പോ മറുപടി പറയുന്നു. അതാ കുസൃതി ചോദ്യം ഉണ്ടാവുമ്പോ ഇവിടെ ഞങ്ങൾ മറുപടി പറഞ്ഞിരിക്കുന്നു. അതാണ് ഈ അനിസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്, സംശയമേ ഇല്ല. എന്നും അങ്ങനെയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർ അനിസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ വോട്ട് ചെയ്തിട്ടില്ല, ചെയ്യൂല ഖിയാമത്ത് നാൾ വരെ. എന്തിനാ ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ട് ചെയ്യുന്നത്? ജമാഅത്തെ നേരത്തെ പറഞ്ഞു, ഈ രാജ്യത്തെ മർദ്ദിതരായ മതന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളുടെ മുഖ്യമായ താല്പര്യ സംരക്ഷണത്തിനും അവരുടെ സാംസ്കാരിക അസ്തിത്വ വ്യക്തിത്വ പരിരക്ഷണത്തിനും ഈ രാജ്യത്തെ മൗലിക ധാർമ്മിക മൂല്യങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് വോട്ട് ചെയ്തത്. അനിസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാൻ നിലനിർത്താൻ ഉദ്ദേശിച്ച ലക്ഷ്യം വെച്ചല്ല. അപ്പൊ 2 തരം ലക്ഷ്യമുണ്ട്. ലക്ഷ്യമനുസരിച്ച് കാര്യം മാറും. നിങ്ങൾക്ക് വേഗം പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ അവിടെ ഒരു പാമ്പിന്റെ ചിത്രം വരച്ചാൽ ഷിർക്കാണോ? ഷിർക്കാണോ? അല്ല. നാഗദേവതയെ പ്രതിനിധീകരിച്ച് ഞാനൊരു പാമ്പിനെ ചിത്രം വരച്ചാലോ? ഞാൻ നാഗദേവതയാണ് വരയ്ക്കുന്നെങ്കിലോ? രണ്ടും പാമ്പിന്റെ ചിത്ര. ഒന്ന് കലാകാരന്റെ ചിത്രരചനയാണെങ്കിൽ മറ്റൊന്ന് മുശ്രിക്കിന്റെ ഷിർക്കിന്റെ രചനയാ. മനസ്സിലായ കാര്യം? ഒന്ന് കലാകാരന്റെ ചിത്രരചനയാണ്. ഞാൻ ബോർഡിൽ ഒരു പാമ്പിന്റെ ചിത്രം വരച്ചാൽ ഒരു കലാകാരന്റെ ചിത്രമാണ്. പക്ഷേ നാഗദേവതയുടെ ചിത്രമാണ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ ഒരു മുശ്രിക്കിന്റെ ഷിർക്കിന്റെ രചന. ഞാൻ വീട്ടിനെ മൂടി ഒരു കല്ല് കുഴിച്ചിട്ടാ ഒരു കല്ല വേണമെങ്കിൽ കുട്ടിയാ കൈമ പോയിരിക്കാം. പക്ഷേ അത് പ്രതിമയോ പ്രതിഷ്ഠയോ പൂജാവസ്തു ആണെങ്കിൽ ഷിർക്കിന്റെ പ്രതീകമാണ്. ഞാൻ പലിശ വാങ്ങിയാൽ ഹറാമാണ്. പക്ഷേ സാമ്പത്തിക കാര്യം എന്റെ ദുന്യാവിന്റെ കാര്യമാണ്, അവിടെ ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് പലിശ വാങ്ങിയാൽ ഷിർക്കാണ്. കൈക്കൂലി വാങ്ങിയാൽ ഹറാമാണ്. പക്ഷേ സാമ്പത്തിക കാര്യം എന്റെ ദുന്യാവിന്റെ കാര്യമാണ്, ഭൗതിക ജീവിതത്തിന്റെ കാര്യമാണ്. ഇത് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, അന്തും ആലമയൂരി ദുന്യാക്കും അമ്രി ദുന്യാക്കും എന്ന്. അതുകൊണ്ട് ഞാൻ അത് വിചാരിച്ച് ഞാൻ കൈക്കൂലി വാങ്ങിയാൽ അതെന്റെ ദുന്യാവിന്റെ കാര്യമാണ്, ഇതിൽ മതം ഇടപെടാന്ന് വിചാരിച്ച് കൈക്കൂലി വാങ്ങിയാൽ ഷിർക്കാണ്, അല്ലെങ്കിൽ ഹറാമാണ്. നമസ്കാരം അള്ളാഹുവിന് വേണ്ടി നിർവഹിച്ചാൽ ഇബാദത്ത്, അശ്രദ്ധമായി നിർവഹിച്ചാൽ ഹറാം, ജനം കാണാൻ വേണ്ടി നിർവഹിച്ചാൽ ഷിർക്ക്. അതുപോലെ വോട്ട് അനിസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ചെയ്താൽ ഷിർക്ക്. ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ മുഖ്യ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ചെയ്താൽ ഇബാദത്ത്. ഖബറിലുള്ളവരോട് പ്രാർത്ഥിക്കാൻ പോയാൽ ഷിർക്ക്. ഖബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാൽ ഇബാദത്ത്. മനസ്സിലായോ? ഖബറിലുള്ളവരോട് പ്രാർത്ഥിക്കാൻ പോയാൽ ഷിർക്ക്, ഖബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാൽ ഇബാദത്ത്. അനിസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചുകൊണ്ട് ലക്ഷ്യം വെച്ചും വോട്ട് ചെയ്യാൻ പോയാൽ ഷിർക്ക്. ഇസ്ലാമിക സമൂഹത്തിന്റെ താല്പര്യ സംരക്ഷണത്തിനോ മൗലിക മൂല്യങ്ങളുടെ സംരക്ഷണത്തിനോ ചെയ്താൽ ഇബാദത്ത്. ഇതന്നെ സംഭവം. ഇതാ സംഭവം. ഇത് മനസ്സാകാത്തതിനെ പറ്റൂലല്ലോ.
ഇത്രയൊക്കെ നിയ്യത്തിനെ കുറിച്ച് അറിയാത്തവരും നമ്മൾ ഈ കൗമിലുണ്ടോ? എങ്കിൽ വലിയ